നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ബാങ്ക് അക്കൗണ്ടിൽ വെറുതെ ഇടുമ്പോൾ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അതിന്റെ മൂല്യം ദിവസേന കുറച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ബാങ്ക് FD നൽകുന്നതിനേക്കാൾ ഉയർന്ന റിട്ടേൺ നേടാനും അതേസമയം ഓഹരി വിപണിയിലെ വലിയ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മാറി നിന്ന് കൃത്യമായ ഇടവേളകളിൽ സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ സാധിച്ചാലോ? ഇവിടെയാണ് ഡിവിഡൻഡ് ഡീൽ സ്റ്റോക്കുകളുടെ പ്രാധാന്യം വരുന്നത്. ഓഹരി വിപണിയിൽ ദീർഘകാല നിക്ഷേപം നടത്തുന്നവർക്ക് ക്യാപിറ്റൽ അപ്രിസിയേഷൻ അഥവാ ഷെയർ വില വർദ്ധിക്കുന്നതിനൊപ്പം നൽകപ്പെടുന്ന അധിക വരുമാനമാണ് കമ്പനികൾ നൽകുന്ന ഡിവിഡൻഡ്. എന്നാൽ വിപണിയിൽ ലഭ്യമായ ആയിരക്കണക്കിന് സ്റ്റോക്കുകളിൽ നിന്ന് ഉയർന്ന ഡിവിഡൻഡ് നൽകുന്ന മികച്ച കമ്പനികളെ എങ്ങനെ കണ്ടെത്താം? ഡിവിഡൻഡ് മാത്രം നോക്കി ഓഹരികൾ വാങ്ങിയാൽ അതൊരു സാമ്പത്തിക ചതിക്കുഴിയായി മാറാൻ സാധ്യതയുണ്ടോ? ഇവയെക്കുറിച്ച് നമുക്ക് കൃത്യമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിലും അതുപോലെ ഫണ്ട് ഹൗസുകളും നൽകുന്ന ഡേറ്റ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മികച്ച സാമ്പത്തിക ഭദ്രതയുള്ളതും സ്ഥിരമായി ലാഭമുണ്ടാക്കുന്നതുമായ ലാർജ് ക്യാപ് പൊതുമേഖലാ കമ്പനികളാണ് ഉയർന്ന ഡിവിഡൻഡ് കൃത്യമായി നൽകുന്നത് എന്നാണ്. ഒരു കമ്പനി അവരുടെ ലാഭത്തിന്റെ ഒരു പങ്ക് ഷെയർ ഹോൾഡർമാർക്ക് വീതിച്ചു നൽകുന്നതാണ് ഡിവിഡൻഡ്. എന്നാൽ ഡിവിഡൻഡ് നിക്ഷേപത്തിലേക്ക് കടക്കും മുൻപ് ഓരോ നിക്ഷേപകനും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ആദ്യമായി അറിയേണ്ടത് ഡിവിഡൻഡ് ഈൽഡ് എന്താണ് എന്നാണ്. നിലവിലെ ഓഹരി വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര ശതമാനം തുകയാണ് കമ്പനി ഡിവിഡൻഡായി നൽകുന്നത് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് 100 രൂപ വിലയുള്ള ഒരു ഓഹരി വർഷത്തിൽ 5 രൂപ ഡിവിഡൻഡ് തന്നാൽ അതിന്റെ ഡിവിഡൻഡ് ഈൽഡ് 5%. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ചതിക്കുഴിയുണ്ട്. ചില കമ്പനികളുടെ ഓഹരി വില തകർന്ന് താഴേക്ക് പോകുമ്പോൾ അവരുടെ ഡിവിഡൻഡ് ഈൽഡ് കടലാസിൽ വളരെ ഉയർന്നതായി കാണപ്പെടും. ഇതിനെ ഫിനാൻഷ്യൽ വിപണിയിൽ ഡിവിഡൻഡ് ട്രാപ്പ് എന്നാണ് വിളിക്കുന്നത്. അടിസ്ഥാനപരമായി സാമ്പത്തിക ശേഷി ഇല്ലാത്ത, ബിസിനസ് വളർച്ചയില്ലാത്ത ഇത്തരം കമ്പനികളിൽ ഉയർന്ന ഡിവിഡൻഡ് കണ്ട് നിക്ഷേപിച്ചാൽ നിങ്ങളുടെ മൂലധനം തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഡിവിഡൻഡ് സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഏതാനും സുപ്രധാന മാനദണ്ഡങ്ങൾ പ്രത്യേകമായും പരിശോധിക്കണം. ഒന്നാമതായി കമ്പനിയുടെ ഡെബ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ അഥവാ കടബാധ്യത കുറവായിരിക്കണം. കടബാധ്യത കുറഞ്ഞ കമ്പനികൾക്ക് മാത്രമേ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളിലും കൃത്യമായി ഡിവിഡൻഡ് നൽകാൻ സാധിക്കൂ. രണ്ടാമതായി ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ വിലയിരുത്തണം. കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ എത്ര ശതമാനമാണ് ഡിവിഡൻഡായി നൽകുന്നത് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ലാഭത്തിന്റെ 30 മുതൽ 60% വരെ ഡിവിഡൻഡായി നൽകുകയും ബാക്കി തുക കമ്പനിയുടെ ഭാവി വളർച്ചയ്ക്കായി മാറ്റിവെക്കുകയും ചെയ്യുന്ന കമ്പനികളാണ് ദീർഘകാല നിക്ഷേപത്തിന് ഏറ്റവും അനുയോജ്യം. 100% ഡിവിഡൻഡായി നൽകുന്ന കമ്പനികളുടെ ഭാവി ബിസിനസ് വളർച്ച മന്ദഗതിയിലാകാൻ സാധ്യത കൂടുതലാണ്. മൂന്നാമതായി കമ്പനിയുടെ ഡിവിഡൻഡ് ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുക എന്നതാണ്. കഴിഞ്ഞ 5 വർഷം മുതൽ 10 വർഷം വരെ തുടർച്ചയായി ഡിവിഡൻഡ് നൽകുന്ന ചരിത്രമുണ്ടോ എന്ന് മണി കൺട്രോൾ പോലുള്ള സാമ്പത്തിക പോർട്ടലുകൾ വഴി പരിശോധിക്കാവുന്നതാണ്. IT ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ്, വൻകിട PSU ബാങ്ക് എന്നീ മേഖലകളിലെ മുൻനിര കമ്പനികൾ സാധാരണ ഉയർന്ന ഡിവിഡൻഡ് നൽകുന്നവയാണ്. കൂടാതെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് നിയമപ്രകാരം ഒരു സാമ്പത്തിക വർഷം നിങ്ങൾ കൈപ്പറ്റുന്ന ഡിവിഡൻഡ് തുക നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് നികുതിക്ക് വിധേയമാണെന്ന കാര്യവും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ടാക്സ് സ്ലാബ് ഉയർന്നതാണെങ്കിൽ ഡിവിഡൻഡ് തുകയ്ക്ക് മേൽ നികുതി ചുമത്തപ്പെടും. ചുരുക്കത്തിൽ സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്കും വിരമിക്കൽ ജീവിതത്തിന് തയ്യാറെടുക്കുന്നവർക്കും ഒരു സെക്കൻഡ് ഇൻകം സ്രോതസ്സായി മികച്ച ഡിവിഡൻഡ് സ്റ്റോക്കുകൾ ഉപയോഗപ്പെടുത്താം. എന്നാൽ ഡിവിഡൻഡ് ഈൽഡ് മാത്രം നോക്കാതെ കമ്പനിയുടെ ഫണ്ടമെന്റൽസ്, ഫ്രീ ക്യാഷ് ഫ്ലോ, മാനേജ്മെന്റ് പാരമ്പര്യം എന്നിവ വിലയിരുത്തി മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക. ഈ വീഡിയോ ധനകാര്യ ബോധവൽക്കരണത്തിനും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മാത്രമുള്ളതാണ്. ഇതിൽ പരാമർശിക്കുന്ന വിവരങ്ങൾ ഓഹരി വാങ്ങാനോ വിൽക്കാനോ ഉള്ള നേരിട്ടുള്ള നിർദ്ദേശങ്ങളല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ വിപണിയിലെ റിസ്കുകൾക്ക് വിധേയമാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്ട്രേഡ് ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം തേടുക.